നമസ്കാരം. ശരത് ഇന്നലെയും ജോലിക്ക് പോയി. 12 വർഷമായി നെട്ടൂർ നിപ്പോൺ പെയിന്റിലെ ജീവനക്കാരനാണ്. ഓണം മെമ്പറിലൂടെ കോടിപതിയായ ശരത് നിലവിൽ കമ്പനിയിൽ മാനേജർ ഇൻചാർജായി ജോലി ചെയ്യുകയാണ്. കോടികളുടെ ഭാഗ്യം എത്തിയിട്ടും ജോലിയിൽ സജീവമാവുകയാണ് ശരത്. ഈ വർഷത്തെ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓണം മെമ്പർ നറുക്കെടുപ്പിൽ 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശി ശരത് എസ് നായർക്കാണ് ലഭിച്ചത്. ഈ ശരത്താണ് ലോട്ടറി അടിച്ചിട്ടും അമിതാവേശമില്ലാതെ മുമ്പോട്ട് പോകുന്നത്. നറുക്കെടുപ്പ് നടന്ന ദിവസം ജോലി പൂർത്തിയാക്കി ഉച്ചകഴിഞ്ഞ് ലീവ് പറഞ്ഞാണ് ശരത് വീട്ടിലേക്ക് പോയത്. ജോലി സ്ഥലത്ത് നിന്ന് ഭാര്യയെ വിളിച്ച് ബമ്പർ അടിച്ച കാര്യം പറഞ്ഞു. വീട്ടിൽ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഭാര്യ അപർണയായിരുന്നു. ടിക്കറ്റ് നോക്കിയ അപർണ ലോട്ടറി നമ്പർ ഉറപ്പാക്കി. വീട്ടിൽ അമ്മയോടും അനിയത്തിയോടും മാത്രമാണ് കാര്യം പറഞ്ഞിരുന്നത്. നെട്ടൂരിൽ നിന്നാണ് ശരത് ടിക്കറ്റ് വാങ്ങിയത്. തൈക്കാട്ടുശ്ശേരി നെടുംചിറയിൽ ശശിധരൻ നായരുടെയും രാധാമനുടെയും 2 മക്കളിൽ മൂത്ത മകനാണ് ശരത്. അനുജൻ രഞ്ജിത്ത്. ഇൻഫോ പാർക്കിലെ ജോലിക്കാരിയായ അപർണയാണ് ശരത്തിന്റെ ഭാര്യ. 6 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. ആദ്യമായാണ് ഓണം മെമ്പർ എടുത്തതെന്നും വളരെയേറെ സന്തോഷമുണ്ടെന്നും ശരത് പറഞ്ഞു. കുടുംബം വളരെ സന്തോഷത്തിലാണെന്നും കൂട്ടിച്ചേർത്തു. തൈക്കാട്ടുശ്ശേരി മണിയാതിരിക്കൽ കാവലയ്ക്ക് സമീപത്താണ് ശരത്തിന്റെ വീട്. 3 വർഷം മുൻപ് നിർമ്മിച്ച വീട്ടിലാണ് താമസം. അച്ഛൻ ശശിധരൻ പക്ഷാപാതം ബാധിച്ചിരിക്കുകയാണ്. വീട് നിർമ്മിച്ചതിന്റെ ബാധ്യത തീർക്കും. ഫലം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് ശരത് മനസ്സിലാക്കിയിരുന്നു. ഇതിനിടയിൽ ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. SBIയുടെ തൈക്കാട്ടുശ്ശേരി ശാഖയിലായിരുന്നു ശരത്തിന് അക്കൗണ്ട്. എന്നാൽ തൈക്കാട്ടുശ്ശേരി ശാഖ അടുത്തിടെ തുറാവൂർ ശാഖയുമായി ലയിച്ചിരുന്നു. ലോട്ടറി അടിച്ച വിവരം രഹസ്യമായി വെച്ച ശരത് ഇന്നലെ അപ്രതീക്ഷിതമായാണ് SBIയുടെ തറവൂർ ശാഖയിലേക്ക് ടിക്കറ്റുമായി എത്തിയത്. സാധാരണ ലോട്ടറികൾ എടുക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് ശരത് ബമ്പർ ലോട്ടറി എടുക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സമീപത്തെ കടയിൽ നിന്നും യാദൃശ്ചികമായാണ് ലോട്ടറി എടുത്തതെന്നും ശരത് പറഞ്ഞു. ലോട്ടറി വിറ്റയാൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നുവെന്നും ശരത് പറയുന്നു. സമ്മാനത്തുകയുമായി എന്ത് ചെയ്യാനാണ് തീരുമാനം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്. ആലോചിച്ച് ചെയ്യാം. വീടുണ്ട്, അത് വെച്ചതിന്റെ കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ടെന്നും ശരത് പറഞ്ഞു.